ഹേ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക്. വൈശാഖാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വിക്ടോറിയസിനെ കുറിച്ച് തന്നെ കേട്ടോ. വിക്ടോറിയസ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ റോട്ടിൽ കാണാനുണ്ട്. കാരണം ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ വിക്ടോറിയസ് കാണും. സന്തോഷമുണ്ട്. ഞാൻ എടുക്കുമ്പോൾ ഏകദേശം ഞാൻ ഫസ്റ്റ് വണ്ടി ഞാനൊക്കെ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ബേസ് മോഡൽ കോഴിക്കോട് ഭാഗത്തൊക്കെ. അപ്പം ഏകദേശം നവംബർ സമയത്തൊക്കെയാണ് കിട്ടിയത്, ഏകദേശം കേട്ടോ. കറക്റ്റ് ആണോന്ന് അറിയില്ല, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം. എന്നിരുന്നാലും ഇപ്പം ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. ഇപ്പൊ 1 ലക്ഷം രൂപയൊക്കെ കുറച്ചെന്ന് കേട്ടു. അപ്പോൾ സങ്കടമുണ്ട് കുറച്ച്. ഇപ്പൊ ഞാൻ എടുത്ത സമയത്ത് 12,75 ഇപ്പൊ അത് 12 എന്തോ ഓൺ റോഡ് കിട്ടും തോന്നുന്നു. അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കേട്ടു. പക്ഷെ വേർത്താണ് കേട്ടോ. വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേർത്താണ്. ബേസ് മോഡൽ ആണെങ്കിൽ പോലും നല്ല അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ്, നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഇതിലുണ്ട് കേട്ടോ. ഇപ്പം വെൻ കമ്പയർ ടു അതർ വെഹിക്കിൾസ്, ഇതിലിപ്പം ഞാൻ നോട്ടബിൾ ആയിട്ട് കണ്ടിരിക്കുന്ന ഫീച്ചേഴ്സ് എന്താ സംഭവിച്ചാൽ, നമുക്ക് ഓൾ എന്താണ് നമ്മുടെ വീലിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 60/40 സ്പിഡ് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇൻഫോർടൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് കേട്ടോ. അതായത് നമ്മുടെ തേർഡ് ഓപ്ഷനിൽ വരെ ഇതേ ഇൻഫോർടൈൻമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പീക്കേഴ്സ് 2 അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യം നല്ല ഒരു കമാൻഡിങ് പൊസിഷനിലായിരിക്കുന്നത്. ഞാനിപ്പം നാളെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പുള്ളി ആക്ടറൊക്കെയാണ്, പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയും അതേപോലെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുറേ സംസാരിക്കാറുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ പുള്ളീനെ നമ്മൾ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പുള്ളി CNG മോഡലാണ് എടുത്തത്. പുള്ളീനോട് ഇപ്പോൾ നാളെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ 23 വരെ കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് മൈലേജ്. അപ്പോൾ നിങ്ങൾ മൈലേജ് കൺസേൺ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി എടുക്കാതെ നിങ്ങൾക്ക് CNG ഓപ്ഷൻ എടുക്കുന്നത് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്ടോറിയസിന്റെ CNG അതാകുമ്പോൾ ടാങ്ക് പുറത്താണ്, ബൂട്ട് സ്പേസ് കുറയൂല. ഗ്രാൻഡ് വിറ്റാരയും കാര്യങ്ങളിലെക്കാട്ടും കൂടുതൽ ബെറ്റർ ഇതാണ് തോന്നുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കാം. നിങ്ങളിപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തതിൻ്റെ ശേഷം ബൈക്ക് യൂസും എയ്തർ യൂസും വളരെ കുറഞ്ഞു കേട്ടോ. ബൈക്ക് തീരെ എടുക്കാറില്ല, എയ്തർ പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് എടുക്കാറുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ ഫുള്ളും ഈ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം എനിക്ക് സെൽട്ടോസ് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇപ്പം സെൽട്ടോസ് എടുക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പഴയ സെൽട്ടോസ് ആയിരുന്നു ഇഷ്ടം. പുതിയത് ഇഷ്ടമായി വെച്ചാൽ ഓക്കെ അത്രേ ഉള്ളൂ. അപ്പം സെൽട്ടോസിന്റെ ബേസ് മോഡലും നമ്മുടെ ക്രെറ്റേന്റെ ബേസ് മോഡലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറെ വേണ്ടതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ബാക്കിലുള്ള നമ്മുടെ ഡീഫോക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാര്യം തന്നെയാണ് കേട്ടോ. ഡീഫോക്കേഴ്സ് ഒക്കെ നമുക്ക് ഈ മഴയത്തൊക്കെ ഓടിക്കുമ്പോൾ ചെറിയൊരു ഉപകാരമൊക്കെ തരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചളി അടിച്ചു കഴിഞ്ഞാൽ ഉപകാരമില്ല, അങ്ങനെ ആദ്യം പറയാം. നാളിപ്പോൾ ഹൈവേയിൽ പോയ സമയത്ത് ചളി മണ്ണ് അതുണ്ടല്ലോ, ആ സാധനം, ഞങ്ങൾ ചളി എന്ന് ഉദ്ദേശം മണ്ണാണ്. മണ്ണിന്റെ ആ പൂഴിത്തരി കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. അത് നമുക്ക് വൈപ്പർ തന്നെ വേണമായിരുന്നു. വൈപ്പർ ഇല്ലാത്തൊരു ഷോക്കാണോ ചോദിച്ചാൽ ആണ്, ചെറുതായിട്ട്. പിന്നെ ഇത് ചെറിയ സ്ലോപ്പ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വെള്ളം പോയി കിട്ടുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വൈപ്പർ ഇല്ലാത്തതുകൊണ്ട്. ബാക്കത്തെ എനിക്ക് ആകെ കളറിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ, ഈ ഓടിക്കാനുള്ള കംഫർട്ടാട്ടോ. എല്ലാവരും പറഞ്ഞു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് ഇഷ്ടപ്പെടും, അത്ര ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ക്രെറ്റ ആണെങ്കിലും മറ്റേ സെൽട്ടോസ് ഞാൻ പുതിയത് ഓടിച്ചിട്ടില്ല, അപ്പം ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 1.5 നാച്ചുറൽ എക്സ്പെർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പവർ കുറച്ച് കുറവാണ്. പവർ ഫിഗർ ഞാൻ കറക്റ്റ് ഇവിടെ കൊടുത്തേക്കാട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ പുറത്ത് പറയാം, തെറ്റിക്കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും, അതുകൊണ്ട് ചീത്തക്കാലുണ്ട്. അതുകൊണ്ട് അവിടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ പവർ ഫിഗർ ഇതൊക്കെയാണ്. അപ്പോൾ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡീസലിൽ വരെ ഇത് കമ്പയർ മീൻസ് നമ്മൾ ഡേ ടു ഡേ യൂസിന് ഓക്കെയാണ്. ഇപ്പോൾ ഇന്നാളെ ഞങ്ങൾ 6 പീപ്പിൾ കോഴിക്കോട് വരെ പോയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് മദർ ഇൻ അവരെയൊക്കെ ഫാമിലിനെ ആക്കാൻ വേണ്ടി പോയ സമയത്ത് 6 പീപ്പിൾസ് ആയിരുന്നു പോകുന്നത്. അത്യാവശ്യം ബിൽഡാണ് എല്ലാവരും. അപ്പോൾ പോയപ്പോൾ എന്താ ഉണ്ടായത് വെച്ചാൽ വണ്ടിക്ക് ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി എങ്ങനെയാണോ വർക്ക് ചെയ്ത് അതേപോലെ തന്നെ വർക്ക് ചെയ്ത്. ഒന്ന് താന്നിട്ടുണ്ട്, അത് പിന്നെ എന്തായാലും അത്രയും വെയിറ്റ് വരുമ്പോൾ ഉണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. പക്ഷെ സസ്പെൻഷൻ ആണെങ്കിലും പ്രോപ്പർ ആയിരുന്നു. പൊട്ട റോഡ് കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരം. അതൊക്കെ വണ്ടി ഈസിലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ഓറിയന്റഡ് ആയിട്ടാണ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് ഈ വണ്ടി എടുക്കാമെന്ന് തന്നെ കേട്ടോ എൻ്റെ സജഷൻ ഉള്ളത്. വേറെ ഏത് വണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ബേസ് മോഡൽ എടുത്താൽ മതി. ബേസ് മോഡൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, ഞാൻ സത്യം പറയാലോ. 360 ഇല്ല. 360 കൊണ്ട് ആവശ്യമുണ്ടോ ചോദിച്ചാൽ യെസ്, ആവശ്യമൊക്കെ തന്നെയാണ്. വലിയ വണ്ടിയാകുമ്പോൾ സൈഡൊക്കെ എടുക്കുമ്പോൾ നല്ലത്. പക്ഷെ ഞാൻ എന്താ പറയുക, പൊട്ട റോഡെന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, പൊട്ട റോഡ്. നമുക്ക് വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ആ ലെവലിലുള്ള ഒരു റോഡ് കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ. പക്ഷെ സ്ക്രാച്ച് ഒന്നും ആയില്ല.
വണ്ടി തിരിച്ച് കൊണ്ടുവരാൻ പറ്റി. വണ്ടീൻ്റെ ടേണിങ് റേഡിയസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ചെറിയ കുത്തി എടുക്കാനൊക്കെ സിറ്റിയിലാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ എടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. എൻ്റെ ബൈക്ക് വളയ്ക്കണം, ആ റോഡ് കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ CB350 ഉണ്ടല്ലോ, RS, അത് വളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറേ കഷ്ടപ്പെടണം. ഞാൻ ചെറിയൊരു വള വളയ്ക്കണം എന്നുണ്ടെങ്കിൽ, U-turn ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കിടത്തി എടുക്കണം. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചെറിയ റോഡാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കുക. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റും കാര്യങ്ങളും. പിന്നെ ഞാൻ ഓടിക്കുന്ന എല്ലാം ഈ 80-85-100 ഞാൻ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഞാൻ 50-ലൊന്നും ഓടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മൈലേജ് കുറച്ച് കമ്മിയാണ്. കമ്മി പറഞ്ഞാൽ എനിക്ക് ഏകദേശം 14-15 കിട്ടുന്നത്. ഞാനിപ്പോൾ അന്വേഷിച്ചു. എൻ്റെ ഫ്രണ്ട് കറക്റ്റ് ബേസ് മോഡൽ എടുത്തിട്ടുണ്ട്. പുള്ളിനോട് അന്വേഷിച്ചു. പുള്ളി പറഞ്ഞത് പുള്ളി ഫുൾ ടോപ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല ലുക്ക് ആയിട്ടുണ്ട്. ഫുൾ ഫീച്ചേഴ്സ് ഒക്കെ കയറിയിട്ട് അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞ 9 ഇപ്പോൾ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. 9-10 ആ റേഞ്ചിലാണ്. നാച്ചുറൽ എക്സ്പെക്റ്റഡ് ആണ്. 9-10 കിട്ടുന്നത്. ഹൈവേയിൽ ആകുമ്പോഴേക്ക് 12 കിട്ടുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന മൈലേജ്. മൈലേജിന് വേണ്ടി ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കിട്ടുമായിരിക്കും. ഇതിലാണെങ്കിൽ ഒരു 18 എന്തായാലും കിട്ടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈവേസിൽ എനിക്ക് 16 ഇപ്പം നാള് പോയി വന്നിട്ടാണെങ്കിലും ഏകദേശം 15 മേലെ 16 അടുത്താണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഓടിക്കൽ പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നത് ചവിട്ടി പിടിച്ച് ഓടിക്കുകയൊക്കെ ആണെങ്കിൽ കിട്ടുന്നില്ല. അതായിരിക്കണം. 8 പുറത്താണ് ഇപ്പോഴും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഹൈവേയിലാണ് 8 പുറത്താണ് ഓടിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നെഗറ്റീവായിട്ട് ഈ നെഗറ്റീവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത പോസിറ്റീവ്സ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് കളർ അതൊക്കെ ഒരു സബ്ജക്റ്റിഫൈ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അത് വേണ്ട. ലൈറ്റ് കുറച്ച് കുറവാണ്. ബേസ് മോഡലാണെങ്കിലും ഈ ഹാലജൻ ബൾബിനുള്ള ലൈറ്റ് കുറച്ച് കുറവാണ്. സെക്കൻഡ് മോഡലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. തേർഡിലൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ലൈറ്റ് കുറച്ച് കമ്മിയാണ്. പിന്നെ ബാക്കിൽ ടെയിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബേസ് മോഡലിൻ്റെ കാര്യമാണ്. ബാക്കിൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ പറ്റും. ടെയിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റിവേഴ്സ് ക്യാമറ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. പക്ഷേ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതും ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്ത സാധനമാണ്. ക്യാമറ അടിപൊളിയാണ്. ഞാൻ ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ തന്നെ പറഞ്ഞപ്പോൾ അവർ ഇവിടെ നിന്ന് മാറ്റി തന്നപ്പോൾ കുറച്ചൊരു മെച്ചം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറയ്ക്ക് എന്താ വെച്ചാൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ വളയ്ക്കുന്നതെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം. രാത്രിയുള്ള ലൈറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര കമ്മിയാണ്. അത് എനിക്ക് തോന്നുന്നു ബാക്കത്തെ ലൈറ്റ് മറ്റേ നമ്മുടെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവുന്നതായിരിക്കും. LED മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് മറ്റേ കണക്റ്റഡ് ലൈറ്റ് ആഡ് ചെയ്താൽ ഫിക്സ് ആവേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. എല്ലാത്ത പ്രശ്നം ഷോക്കാണ്. ഫ്രണ്ടത്തെ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഇന്നാളെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതാണ് അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു സിനാരിയോ. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ആകെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിമെറിറ്റ് എന്ന് പറയാനുള്ളത്. ഇപ്പം മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റർ മിറർ തന്നെയാണ്. അതൊക്കെ കമ്പയർ ടു അതർ പീപ്പിൾ ലാഭം തന്നെയാണ്. ഹാലജൻ പിന്നെ ബേസ് മോഡൽ അതല്ലേ കിട്ടുള്ളൂ. അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഷോറൂമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടില്ല. ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ വിസിബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബാക്ക് ലൈറ്റും കണക്റ്റഡ് ലൈറ്റും ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതും ചെയ്തിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഈ 2 ഇഷ്യൂസ് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഈ സീറ്റ് ഹൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തല മേലെ തട്ടും. ഇത് ഏകദേശം അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ആ ലെവലിലാണ് ഉള്ളത്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. സീറ്റ് ഹൈറ്റ് നിങ്ങൾ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അത്യാവശ്യം. എനിക്ക് ഭയങ്കര ഹൈറ്റ് ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം ഹൈറ്റുള്ള ആളാണെങ്കിൽ തീരെ ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെയാണ്. പിന്നെ പുറത്തുള്ള ആക്സസറീസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. വണ്ടി അടിപൊളിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബൈക്ക് ഇപ്പോൾ എടുക്കുന്നില്ല. കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ ഓടിക്കാൻ പറ്റുമ്പോൾ പിന്നെ എന്തിനാ ബൈക്ക് എടുത്ത് പോകണമെന്നുള്ള മൈൻഡാണ്. അപ്പോൾ കാർ എടുത്ത് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ ഞാൻ ഇഷ്ടമാണ്. ഇത്രയും വലിയ വണ്ടിയായിട്ടും കോഴിക്കോടേക്ക് ആണെങ്കിലും ഇവിടെ പാർക്കിംഗ് ഒക്കെ കിട്ടണം. വലിയ വണ്ടിയാണെങ്കിലും എടുത്ത് പോകാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം വളഞ്ഞു കിട്ടും. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് തിരിക്കാൻ പറ്റും, ഓടിക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ ബേസ് മോഡൽ ക്രെറ്റ അതേപോലെ ഏതെങ്കിലും വണ്ടി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക്. എൻ്റെ ഒരു സജഷനിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നല്ല സസ്പെൻഷൻ, നല്ല റൈഡ്, ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടിയാണ്. 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുകളുള്ളത്. ഇതിലെന്തെങ്കിലും ഓവറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാനലുണ്ട്, സെയിം പേര് തന്നെ, Photograph360 തന്നെയാണ്. അപ്പോൾ പറ്റണമെന്ന് മെസ്സേജ് അയച്ചാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ടോപ്പ് എൻഡിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ല. മീൻസ് എനിക്ക് ആ ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു.
ഐ മീൻ ഈ സെയിം എഫക്റ്റ് തന്നെയാണ്. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡിൽ ഏകദേശം അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഹൈബ്രിഡൊക്കെ വേണ്ടവരെടുക്കുക. അത്രയും പൈസ കൊടുത്തിട്ട് ഇപ്പം ഇലക്ട്രിക് വണ്ടീനെക്കാട്ടി ലാഭമാണോ ചോദിച്ചാൽ ഇലക്ട്രിക് വണ്ടീനെക്കാട്ടി നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ CNG ഓപ്ഷൻ എടുക്കണം, നല്ല മൈലേജ് ആവശ്യമുണ്ട്, ബേസ് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി CNGയിലേക്ക് പോവുക. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്തായാലും ഇതിന്റെ ബേസ് മോഡൽ എന്താ പറയുക, ഹൈബ്രിഡിന്റെ ബേസ് മോഡൽ കിട്ടണമെന്നുണ്ട് 19 അടുത്തൊക്കെ വരും. അപ്പോൾ അത്ര പൈസ മുടക്കിയിട്ട് നിങ്ങൾ എടുക്കണമെന്നുള്ള നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്നിട്ട് മാത്രം എടുത്താൽ മതി. അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ ഞാൻ ഹൈബ്രിഡ് ഓടിച്ചിട്ടുള്ളതാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. ഹൈബ്രിഡും ഇതൊക്കെ കണക്ക് തന്നെയാണ്. ഹൈബ്രിഡൊക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബാറ്ററി പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ടെന്നാണ് പറഞ്ഞത്. അത്ര ഓട്ടം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം. ഡീസൽ വണ്ടി നോക്കണമെങ്കാട്ടിയും ബെറ്റർ തന്നെയാണ്. അത് ഉറപ്പ് തന്നെയാണ്. ഡീസൽ ഇനി ചില സ്ഥലത്തൊക്കെ നിരോധിക്കാൻ പോവാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, ചില സംസ്ഥാനങ്ങളൊക്കെ. അപ്പം കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. കാരണം ഡീസൽ ചെറിയ വണ്ടി എടുത്തിട്ട് മറ്റേ DPFന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നതിനെക്കാട്ടും ബെറ്ററാണ് ഇത് ഓടിച്ച് തീർത്ത് നമുക്ക് വറ്റിക്കുന്നത്. പിന്നെ മാരുതി അതിനോട് വലിയ പ്രശ്നമൊന്നുമില്ല. CRA ആണെങ്കിലും വേറെ വണ്ടികളൊക്കെ, CRA ഒക്കെ ഒന്നും ഒരു കോൺഫിഡൻസ് ഇല്ല, നമുക്ക് എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വണ്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല വണ്ടിയാണ്, നല്ല ലുക്കാണ്, എടുത്തുകൂടെ പോകുമ്പോൾ പേടിയാവും. പക്ഷേ ഇതാണ് പ്രശ്നം, നമുക്കും എടുത്തു കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടാവില്ല. ഇത്രയും ₹1,00,000 കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ പേടി ഉണ്ടാവില്ല, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കരുത്. പറ്റുകയാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയും കൂടി ചെയ്യണേ. താങ്ക് യു, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ വരട്ടോ.